സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഇന്ന് നമുക്ക് ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ ബ്രഹ്മസമാജവുമായിട്ടുള്ളൊരു ബന്ധം, വളരെ രസകരമായ കുറേ സംഗതികളും അതിനകത്തുണ്ട്. അതായത് ഈ ബ്രഹ്മസമാജംകാരുമായിട്ടുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അവർ ഭഗവാനെ കാണുന്ന ഒരു രീതി, എങ്ങനെയാണ് ബ്രഹ്മസമാജംകാർ ഭഗവാനെ കണ്ടത്, അവിടെയുള്ള ഭക്തന്മാർ ബ്രഹ്മസമാജക്കാരാണ്. അവർ പിന്നീട് ഭഗവാന്റെയും ഭക്തന്മാരായി മാറി. അവരെങ്ങനെയാണ് ഭഗവാനെ വിലയിരുത്തിയത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഭഗവാനെ കണ്ടത് എന്നുള്ളതാണ്. പല ബ്രഹ്മസമാജം ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം തന്നെ ഈ വചനാമൃത രചനാകാലത്തിനു മുമ്പ് ഭഗവാന്റെ അടുത്തുണ്ടായിരുന്നവരാണ്. അതാണ് അതിനകത്തുള്ളൊരു പ്രത്യേകത. പ്രത്യേകിച്ച് 1875 75നും 80നും ഇടയ്ക്ക് നല്ല ശതമാനം ബ്രഹ്മസമാജംകാർക്ക് ഭഗവാനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. കാരണം അവിടെ അവരുടെയൊക്കെ ഭവനങ്ങളിൽ ഭഗവാൻ പോകുമായിരുന്നു. ബ്രഹ്മസമാജംകാരുടെ അവിടുത്തെ ബ്രഹ്മോത്സവം അവരത് ഗംഭീരമായിട്ട് നടത്തുന്ന ഒരു, അവരത് കാലങ്ങളായി ബ്രഹ്മസമാജക്കാർ ബ്രഹ്മോത്സവം നടത്തി വരുന്നത് കൊണ്ട് ഭഗവാൻ അവിടെ പോയി ആ ബ്രഹ്മോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം കിട്ടുമായിരുന്നു. ഭഗവാന്റെ നേരിട്ടുള്ള ഭക്തന്മാർ പിന്നീടാണ് ഇതൊക്കെ കണ്ട് പിന്നെ അത് ആ രീതിയിലുള്ള ഉത്സവങ്ങളൊക്കെ, ഇപ്പോൾ ബലറാം ബോസ് ആയാലും അതുപോലുള്ള ഇപ്പോൾ സുരേന്ദ്രമിത്ര ആയാലും അവരെല്ലാം തന്നെ അതൊക്കെ പിന്നീടാണ് അവരതൊക്കെ ചെയ്യുന്നത്. മിക്കവാറും എല്ലാം 81 ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ 75 ശേഷവും ഇത് കൃത്യമായി കൽക്കട്ടയിൽ നടന്നിരുന്നു, ഭഗവാൻ അതിൽ സന്നിഹിതനായിരുന്നു എന്നുള്ളൊരു ഭാഗം കൂടെ ഈ ബ്രഹ്മസമാജംകാരെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഭാഗം കൂടെ ഉണ്ട് ഭഗവാന്റെ ലീലയിൽ ചേർക്കാൻ. അപ്പോൾ അതനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഭാഗം നമ്മൾ കണ്ടതാണ്. കാര്യം ശരത്തും വൈകുണ്ഠസന്യാലും ഭഗവാനെ കാണാൻ പോകുന്ന സന്ദർഭം. അപ്പോൾ ഭഗവാൻ ബ്രഹ്മസമാജത്തിൻ്റെ അവരുടെ ബ്രഹ്മസമാജ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് കൽക്കട്ടയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് അത് നമ്മൾ കഴിഞ്ഞ ഒരു ഭാഗത്ത് നമ്മളത് വായിച്ചതാണ്, നമ്മൾ കണ്ടതാണത്. അപ്പോൾ അത് ആ സിന്ദൂരിയാപ്പടിയിൽ, ചിത്പൂർ റോഡിൽ, സിന്ദൂരിയാപ്പടിയിലെ ചിത്പൂർ റോഡിലുള്ള മണി മല്ലിക്കിൻ്റെ വീട്ടിൽ, അവിടെയാണ് ഭഗവാൻ പോയ ആ ഒരു ദൃശ്യം. അവിടേക്കാണ് നമ്മുടെ സന്യാൽ, വൈകുണ്ഠനാഥ സന്യാലും ശരത്തും ഒക്കെ ചെല്ലുന്നത് അവിടേക്കാണ്. അതൊരു ബ്രഹ്മോത്സവമാണ്. അപ്പോൾ ബ്രഹ്മസമാജവുമായി ശ്രീരാമകൃഷ്ണദേവൻ ഉണ്ടായേക്കാവുന്ന ബന്ധം എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ അതിനൊരു കണക്ഷൻ ഉണ്ടാകുന്നത് കേശവചന്ദ്രസേനാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കേശവചന്ദ്രസേനോടുള്ളൊരു സ്നേഹവായ്പ് ഭഗവാന് വളരെ കൂടുതലായിരുന്നു. അത് നമ്മൾ വചനാമൃതം വായിക്കുമ്പോൾ ആദ്യ പേജിൽ തന്നെ, ആദ്യ അധ്യായത്തിൽ തന്നെ നമുക്കത് ബോധ്യപ്പെടും എത്രമാത്രമാണ് ഭഗവാൻ കേശവനെ സ്നേഹിച്ചിരുന്നത്. അവർ തമ്മിലാണ് ആകെ ഈ ഭഗവത് ലീലയിലെ ഏക സൗഹൃദവും അവർ തമ്മിൽ മാത്രമായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ളൊരു വലിയ ബന്ധം, അതാണ് സ്വാഭാവികമായി കേശവചന്ദ്രസേനൻ്റെ ആ അടുപ്പം തന്നെയാണ് ബ്രഹ്മസമാജ അംഗങ്ങൾക്ക് മൊത്തത്തിൽ ഭഗവാനുമായിട്ട് അടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായതെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ സ്വീകാര്യനായത്. അപ്പോൾ ഇവരുടെ വാക്കുകൾ, ഈ ബ്രഹ്മസമാജത്തിലെ ചിലരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഈ ഭാരതീയ ആധ്യാത്മികത അല്ലെങ്കിൽ ആത്മീയത, ഭാരതീയ ആത്മീയത വളരെ പ്രസക്തമായ ഒരു അധ്യായമാണ്. ഭാരതീയ ആധ്യാത്മികത എന്നുള്ള ആ ഒരു ഭാഗം വളരെ പ്രസക്തമാണ്. കാരണം ശ്രീരാമകൃഷ്ണദേവൻ്റെ ഈ ബ്രഹ്മസമാജക്കാരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഭാരതീയ ആധ്യാത്മികതയെ തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഭഗവാന്റേത്. എന്തുകൊണ്ടെന്നാൽ
ബ്രഹ്മസമാജക്കാരെ സംബന്ധിച്ച് അതുവരെ ഉണ്ടായിരുന്ന ആരാധനാക്രമങ്ങളെല്ലാം തന്നെ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടതാണ്. അതിന് ഭാരതീയതയുമായി ഒരു ബന്ധവുമില്ലായിരുന്നു അവർക്ക്. പ്രത്യേകിച്ച് ബൈബിളിനോട് ആഭിമുഖ്യമുണ്ടായ തരത്തിലാണ് കേശവചന്ദ്രസേൻ ഉൾപ്പെടെയുള്ളവരുടെ ആധ്യാത്മികത എന്ന തലം നിന്നിരുന്നത്. അവരാ വാക്ക് പോലും ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു അവരെല്ലാം നിലനിന്നിരുന്നത്. അപ്പോൾ വൈദേശികമായ ഒരു സ്വാധീനമാണ് ബ്രഹ്മസമാജക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അനുഷ്ഠിച്ചു പോന്നിരുന്ന ആരാധനാക്രമം അതുതന്നെയാണ്. അതിന് ഭാരതീയമായ ആത്മീയതയുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. അതേസമയം അന്നത്തെ കാലത്ത് ബംഗാൾ ഉൾപ്പെടെ, ഇത് നമ്മൾ നേരത്തെ പരാമർശിച്ച കാര്യമാണ്, ബംഗാൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ആയിരക്കണക്കിന് ജനങ്ങളെ ആകർഷിച്ചിരുന്നതും ഈ ബ്രഹ്മസമാജത്തിൻ്റെ കീഴിലുള്ള പ്രവർത്തനങ്ങളാണ്. അത് പ്രത്യേകിച്ച് ദേവേന്ദ്രനാഥ ടാഗോറിനെ പോലുള്ളവരൊക്കെ ആകുമ്പോൾ അതിൻ്റെ ശക്തി 10 മടങ്ങാണ്. അപ്പോൾ അതിനകത്തു നിന്ന് വേണം ഭഗവാന് ഭാരതീയ ആത്മീയതയെ മോചിപ്പിച്ചെടുക്കാൻ. അതിൻ്റെ ഏറ്റവും പറ്റിയ കണ്ണിയാണ് കേശവചന്ദ്രസേൻ. അതാണ് ഭഗവാൻ അങ്ങോട്ട് പോയിട്ട് കേശവചന്ദ്രസേനെ അതിൽ നിന്ന് അടർത്തിയെടുത്താണ് തൻ്റെ സൗഹൃദത്തിലേക്ക് കൊണ്ടുവന്ന് എത്ര പണിപ്പെട്ടാണ്, എത്ര വ്യക്തമായ പ്ലാനോടുകൂടിയാണ് ഭഗവാൻ അത് ഓരോന്നും ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അങ്ങനെ ആത്മീയതയെ മോചിപ്പിക്കുമ്പോൾ അത് ഏറ്റവും നമുക്ക് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ, ശ്രീകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു അംശമാണത്. ഭഗവാൻ അന്ന് അർജുനോട് പറഞ്ഞത്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അല്ലയോ ഭരത, യഥാ യഥാ ഹി ധർമ്മസ്യ, അതായത് എപ്പോഴെപ്പോൾ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴപ്പോൾ, അധർമ്മത്തിന് അഭ്യുത്ഥാനമുണ്ടാകുമ്പോൾ, അധർമ്മം വളർന്നു വരികയും ചെയ്യുമ്പോൾ, എപ്പോഴൊക്കെ അധർമ്മം വളർന്നു വരുന്നു, എപ്പോഴൊക്കെ ധാർമ്മികത താഴോട്ട് പോകുന്നു, അപ്പോഴൊക്കെ ഞാൻ അവതാരമെടുക്കും, ജന്മമെടുക്കും എന്ന് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതിൻ്റെ അതേ ആ ഗീതാ ശ്ലോകമാണ് ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ ദക്ഷിണേശ്വരം കാലത്ത് അനുഷ്ഠിച്ചത്. അല്ലെങ്കിൽ ആ അവതാര ഉദ്ദേശം തന്നെ അതുതന്നെയാണ്. അന്ന് ഇന്ത്യയൊട്ടാകെ കൽക്കട്ടയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയൊട്ടാകെ പടർന്ന് പന്തലിച്ചു പോയ ബ്രഹ്മസമാജം എന്ന് പറയുന്ന ആ തരത്തിലുള്ള ഒരു വലിയ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ആധ്യാത്മികത, അങ്ങനെയാണത് പറയാൻ പറ്റും. പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ആധ്യാത്മികതയിൽ ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയ ആ സന്ദർഭത്തിൽ അതിൽ നിന്ന് ഭാരതീയ ആത്മീയതയെ അടർത്തി മാറ്റി അതിനെ മോചിപ്പിച്ച് ഭാരതീയമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രീരാമകൃഷ്ണദേവൻ അവതാരമെടുത്തത്. ആ ഗ്ലാനി സംഭവിച്ചപ്പോഴാണ് ആ അധർമ്മത്തിന് വളരെ അത് അധർമ്മം എന്ന് പറയുമ്പോൾ ഇവിടെ യുദ്ധമെന്നോ അല്ലെങ്കിൽ അതുപോലുള്ള അർത്ഥത്തിലല്ല, ധർമ്മച്യുതി എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോൾ, അപ്പോൾ ആ തരത്തിൽ ഒരു ഗ്ലാനി സംഭവിക്കും. ഭാരതീയ ധർമ്മത്തിനൊരു ഗ്ലാനി സംഭവിച്ചപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അവതരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ഈ ബ്രഹ്മസമാജവുമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ബന്ധത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അത്ര കൃത്യമായിട്ടാണ് ഭഗവാൻ ഒരു കാരണവശാലും ഈ ബ്രഹ്മസമാജത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പരിവർത്തനം സൃഷ്ടിച്ചു കൊണ്ടുവരാൻ സാധാരണഗതിയിൽ ആർക്കും കഴിയില്ല. അതിന് ഈശ്വര അവതാരം തന്നെ വന്നേ പറ്റൂ, അതിന് വേറെ മാർഗമൊന്നുമില്ല. അതാ ബ്രഹ്മസമാജത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഈ അവതാര മഹിമയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ വചനാമൃത കാലത്തിന് ശേഷമുള്ള ആ കഥയല്ല, മറിച്ച് അതിനു മുമ്പുള്ള ഈ ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട കാലമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിലേ ഈ അവതാര മഹിമയെ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അതിന് നമുക്ക് ഏറ്റവും പാകപ്പെട്ടത് ഈ ബ്രഹ്മസമാജംകാരെങ്ങനെയാണ് ഭഗവാനെ കണ്ടത് എന്നുള്ളതിൽ നിന്നാണ്. ഇപ്പം ബ്രഹ്മസമാജത്തിലെ പ്രമുഖരായ 2 പേരുടെ അഭിപ്രായം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2 പേര്, ഒന്ന് ത്രൈലോക്യനാഥ ദേവും മറ്റൊന്ന് പ്രതാപ് ചന്ദ്ര മജുംദാറും. ഇവർ 2 പേരും ബ്രഹ്മസമാജത്തിലെ ഏറ്റവും പ്രഗത്ഭരായ, ഒരുപക്ഷെ കേശവചന്ദ്രസേൻ കഴിഞ്ഞാൽ പിന്നെ
ഏറ്റവും കൂടുതൽ വളരെ സ്വാധീനിക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവർ. വിജയകൃഷ്ണ ഗോസ്വാമി ഒക്കെ ആ ഗണത്തിൽപ്പെടും. വിജയകൃഷ്ണ ഗോസ്വാമി നേരത്തെ അത് മാത്രമായിട്ട് നമ്മൾ വായിച്ചതാണ്, ആ ഭാഗം കണ്ടതാണ്. ഇവിടെ ഇതെങ്ങനെ കുറെ കൂടെ വിജയകൃഷ്ണ ഗോസ്വാമിയുടെ വരുമ്പോഴേക്കും യഥാർത്ഥത്തിൽ വചനാമൃത കാലത്ത് സംഭവിച്ച കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ അതല്ല, ഇത് വചനാമൃത കാലത്തിന് മുമ്പുള്ള ഒരു ഭഗവാന്റെ മഹിമയെക്കുറിച്ച് അന്നത്തെ ബ്രഹ്മസമാജത്തിലെ ആളുകൾ എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിലൊരാൾ, ഈ രണ്ടുപേർ ത്രൈലോക്യനും പ്രതാപചന്ദ്ര മജുംദാർ. അപ്പോൾ അതിൽ ഒരാൾ ത്രൈലോക്യനെക്കുറിച്ച് വചനാമൃതത്തിൻ്റെ 1-ാം വോള്യത്തിൽ 1-2 പരാമർശമുണ്ട്. 2 ത്രൈലോക്യന്മാർ വചനാമൃതത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അത് തമ്മിലുള്ളൊരു ഇത് വരാതിരിക്കുക. അപ്പോൾ ആ 1-ാം ഭാഗത്ത് വരുന്നതിലൊരാളാണ് ഈ പറഞ്ഞ ത്രൈലോക്യ നാഥ് ദേവ് എന്ന് പറയുന്ന ആൾ, ത്രൈലോക്യനാഥ് ദേവ്. അപ്പോൾ ഈ ത്രൈലോക്യനാഥ് ദേവ് മാസ്റ്റർ മഹാശയൻ ഇദ്ദേഹത്തെ ഈ ത്രൈലോക്യനെ മാസ്റ്റർ മഹാശയൻ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗാനകോകിലം എന്നാണ്. ഈ ബ്രഹ്മസമാജത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞനാണ് ഈ ത്രൈലോക്യൻ. അത് 1-ാം വോള്യത്തിൽ 8-ാം ഭാഗം 12-ാം അധ്യായത്തിലാണ് ത്രൈലോക്യനെ കുറിച്ചൊരു പരാമർശം വരുന്നത്, മാസ്റ്റർ മഹാശയൻ്റെത്. അപ്പം അദ്ദേഹം കേശവൻ്റെ ബ്രഹ്മസമാജത്തിൽ ഭഗവത് ലീലാ ഗുണങ്ങൾ കീർത്തിച്ച്, ഇത് മാസ്റ്റർ മഹാശയൻ്റെ വാക്കാണ്, ഈ ത്രൈലോക്യൻ കേശവൻ്റെ ബ്രഹ്മസമാജത്തിൽ ഭഗവത് ലീലാ ഗുണങ്ങൾ കീർത്തിച്ച് എത്രയോ തവണ ആബാലവൃദ്ധം ജനങ്ങളുടെ മനസ്സിനെ അപഹരിച്ചിരിക്കുന്നു. ഇത് വചനാമൃതത്തിലെ ആ വാചകം തന്നെയാണ്, മാസ്റ്റർ മഹാശയൻ എഴുതിയ വാക്കാണ്. അപ്പം അത്രമാത്രം ഈ തൻ്റെ സംഗീതാലാപനം കൊണ്ട് ഭഗവാൻ തന്നെ ഉത്സവത്തിന് പോകുമ്പോൾ, ബ്രഹ്മസമാജത്തിലെ ഉത്സവത്തിന് പോകുമ്പം ത്രൈലോക്യൻ്റെ പാട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ഭഗവാൻ ഇഷ്ടമാണ് ത്രൈലോക്യൻ്റെ ഗാനം. ഇദ്ദേഹം ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ത്രൈലോക്യൻ. അത് അതിഥേർ ബ്രഹ്മസമാജ് എന്നൊരു പുസ്തകം, അതിഥേർ എന്ന് പറയുന്ന അതിഥേർ ബ്രഹ്മസമാജ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിലാണ് 1921 ഇത് എഴുതി പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഭഗവാന്റെ ദേഹത്യാഗത്തിനുമൊക്കെ ശേഷം, സ്വാമിജിയുടെയൊക്കെ ശരീരത്യാഗത്തിനൊക്കെ ശേഷം സംഭവിച്ച് വളരെ റീസെൻ്റായിട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ റീസെൻ്റ് എന്ന് നമുക്ക് പറയാം, 1921. അപ്പോൾ ആ 1921 ഇത് ഈ ത്രൈലോക്യൻ ഇങ്ങനൊരു തൻ്റെ പഴയ ഓർമ്മകളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് എഴുതിയത്. അപ്പോൾ 1979 സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ ശതാബ്ദി വർഷം വരുന്നത്. 1878 സാധാരണ ബ്രഹ്മസമാജം രൂപീകരിക്കുന്നത്. 1878 82 ആയപ്പോഴേക്കും കേശവചന്ദ്രസേനൻ മരണമടഞ്ഞു. അപ്പോൾ 1879 ആരംഭിച്ച സാധാരണ ബ്രഹ്മസമാജം, കാരണം കേശവചന്ദ്രസേനുമായി തെറ്റിപ്പിരിഞ്ഞ് വിജയനും എല്ലാം കൂടെ വേറെ ബ്രഹ്മസമാജം ഉണ്ടാക്കിയതാണ് സാധാരണ ബ്രഹ്മസമാജം. ആ മകളുടെ കല്യാണ പ്രശ്നം വന്നപ്പോൾ, കേശവചന്ദ്രസേൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട്, അത് നമ്മൾ മുൻപ് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ശതാബ്ദിയുടെ ഭാഗമായിട്ട് ഈ ഗ്രന്ഥം ഈ ലേഖനങ്ങൾ പുനഃപ്രസിദ്ധീകരിച്ചു. അത് ഈ 1878 ബ്രഹ്മസമാജത്തിൻ്റെ തുടക്കത്തിലുണ്ടായ ആ സന്ദർഭത്തിൽ ത്രൈലോക്യൻ ഭഗവാനുമായിട്ടുണ്ടായിരുന്ന ആ ബന്ധത്തെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ 100 വർഷം കഴിഞ്ഞ് വന്ന ആ ലേഖനത്തിൽ പരാമർശിക്കപ്പെടുന്നത്, അതിൻ്റെ ഇതിൽ വരുന്നത്. അപ്പോൾ ത്രൈലോക്യനാഥ് ദേവ് ശ്രീരാമകൃഷ്ണദേവനെ ആദ്യമായി കണ്ടത്, കേശവചന്ദ്രസേനെ കാണാൻ ആദ്യമായി ശ്രീരാമകൃഷ്ണദേവൻ ബൾഗാരിയയിലെ ഉദ്യാനഗൃഹത്തിൽ വരുന്ന ആ സന്ദർഭത്തിലാണ്. ഇതും നമ്മൾ മുൻപ് പറഞ്ഞതാണ്. ഭഗവാൻ കേശവചന്ദ്രസേനെ കാണണം എന്ന ആഗ്രഹത്തോടു കൂടി ഹൃദയൻ്റെ കൂടെ അവിടെ ഒരു കുതിരവണ്ടിയിൽ ബൾഗേറിയയിലേക്ക് പോകുന്നതും, അവിടെ കേശവചന്ദ്രസേൻ അവിടുത്തെ ആ ഉദ്യാനഗൃഹത്തിൽ ആധ്യാത്മിക സാധനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ ആദ്യമായിട്ട് ചെല്ലുന്നതൊക്കെയാണ്. അന്ന് ഈ ത്രൈലോക്യനാഥ് ദേവ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ത്രൈലോക്യനാഥ് ദേവ് ഭഗവാനെ ആദ്യമായിട്ട് കാണുന്നത്.
ത്രൈലോക്യൻ പറയുന്നു ഈ സംഭവങ്ങൾ, അതായത് 1875 ഈ സംഭവം നടക്കുന്നത്. ഭഗവാൻ ആദ്യമായിട്ട് കേശവചന്ദ്രസേനെ കാണാൻ ചെല്ലുന്നത് 1875. അന്ന് ആദി ബ്രഹ്മസമാജവും, അതായത് ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ബ്രഹ്മസമാജത്തിന് ആ സമയത്ത് ആദി ബ്രഹ്മസമാജവും എന്നാണ് പേരുണ്ടായിരുന്നത്. കേശവചന്ദ്രസേൻ്റെ ബ്രഹ്മസമാജത്തിന് അന്ന് ഭാരതവർഷ ബ്രഹ്മസമാജം എന്നായിരുന്നു പേര്. രണ്ടായി വിഘടിച്ചതിന് ശേഷം കേശവചന്ദ്രസേന് ഭാരതവർഷ ബ്രഹ്മസമാജം രൂപീകരിച്ച ശേഷമാണ്. അപ്പോൾ അത് 1866 ഈ വേർപിരിയലുണ്ടായത്, 866. അത് കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞാണ് സാധാരണ ബ്രഹ്മസമാജം ഉണ്ടാകുന്നത്. 12 വർഷം 1878 സാധാരണ ബ്രഹ്മസമാജം ഉണ്ടാകുന്നത്. അപ്പോൾ 1878 സാധാരണ ബ്രഹ്മസമാജം ഉണ്ടാകുന്നതിനും 2 വർഷം മുമ്പാണ് ശ്രീരാമകൃഷ്ണദേവൻ ആദ്യമായിട്ട് കേശവചന്ദ്രസേനെ കാണുന്നത്. അപ്പോൾ ആ തരത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ പുതിയ രൂപീകരണവും വിജയൻ കൂട്ടരും എല്ലാം വേർപിരിയുന്നതും പിന്നീട് ഇവരുമായിട്ടുള്ള ഭഗവാൻ, ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്രഹ്മസമാജത്തിനിടയിലേക്ക് ഭഗവാൻ എത്ര കൃത്യമായ സന്ദർഭത്തിലാണ് രംഗപ്രവേശം ചെയ്തത് എന്നുള്ളതാണ്. പിന്നീട് കേശവചന്ദ്രസേൻ്റെ പിൻബലം മുഴുവനും ഭഗവാനായിരുന്നു. ആ ധൈര്യത്തിലായിരിക്കാം ഒരുപക്ഷെ 1881 കേശവചന്ദ്രസേനൻ വീണ്ടും പുതിയൊരു ബ്രഹ്മസമാജം രൂപീകരിക്കുന്നത്, നവവിധാൻ എന്ന പേരിൽ. അത് ഭഗവാനോടുള്ള ഭഗവാൻ നൽകിയ കരുത്തായിരുന്നു അതെന്ന് മനസ്സിലാക്കാം. കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ പലരും ഭഗവാനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഭഗവാൻ കേശവചന്ദ്രസേൻ്റെ ഭാഗത്തായിരുന്നു എപ്പോഴും നിലകൊണ്ടത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത്. അപ്പം ഈ ഒരു സന്ദർഭത്തെ ത്രൈലോക്യനാഥൻ വിവരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ശ്രീരാമകൃഷ്ണദേവനെ താൻ കണ്ടത് എന്ന് ത്രൈലോക്യൻ വിവരിക്കുന്നതാണിത്. അപ്പോൾ ത്രൈലോക്യൻ എന്നിട്ടൊരു അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. നരേന്ദ്രനാഥ ദത്ത ഈ അവസരങ്ങളിലൊന്നും ഉണ്ടായിരുന്നതേയില്ല. അപ്പം നരേന്ദ്രനൊക്കെ ഇത് അറിഞ്ഞ് വരുന്നതിനൊക്കെ മുമ്പെയാണ് ഈ കഥകൾ സംഭവിക്കുക. അതായത് ത്രൈലോക്യൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് നരേന്ദ്രനൊക്കെ ഈ കാര്യം അറിഞ്ഞെത്തുന്നതിന് എത്രയോ മുമ്പ്. ത്രൈലോക്യൻ അത് എഴുതിയിരിക്കുന്നത് നരേന്ദ്രൻ അന്ന് ജനിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണെന്നുള്ള രീതിയിലാണ്. ജനിച്ചിട്ടൊക്കെ ഉണ്ട്. അത് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് 10 വയസ്സ് ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ത്രൈലോക്യൻ അത് സൂചിപ്പിച്ചത് നരേന്ദ്രനാഥൻ അന്ന് ജനിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എന്നാണ് ലേഖനത്തിൽ ത്രൈലോക്യൻ എഴുതിയത്. 1863 സ്വാമിയുടെ ജനനം. അതുകൊണ്ട് ഇത് 1875 എന്ന് പറയുമ്പോൾ 63 നിന്ന് 75 എടുത്താൽ മതി. അപ്പോൾ സ്വാമിക്ക് അന്ന് ഏതാണ്ട് 10-12 വയസ്സുണ്ട്. അപ്പോൾ കുട്ടിയായിരിക്കുന്നതുകൊണ്ട് വളരെ ചെറുപ്പമായതുകൊണ്ട് ഒരിക്കലും ഈ ബ്രഹ്മസമാജ പ്രവർത്തനങ്ങളിലൊന്നും അന്ന് സജീവമല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ അപ്പോഴേക്കും ഇവരൊക്കെ ഇതിനകത്തെ വലിയ പ്രഗത്ഭരായ ആളുകളായി നിലകൊള്ളുന്നവരാണ് എന്നുള്ള ചരിത്രത്തിൻ്റെ പശ്ചാത്തലം കൂടെ ത്രൈലോക്യനിലൂടെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ 1878 സാധാരണ ബ്രഹ്മസമാജം രൂപീകരിക്കപ്പെട്ട ശേഷമാണ് നരേന്ദ്രൻ ബ്രഹ്മസമാജത്തിൽ വരുന്നത്. നരേന്ദ്രൻ്റെ വരവ് ഈ സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ച ശേഷമാണ്. ത്രൈലോക്യനാഥ് ദേവനെപ്പോലെ തന്നെ മറ്റൊരു പ്രമുഖ ബ്രഹ്മസമാജ അംഗമായിരുന്നു പ്രതാപചന്ദ്ര മജുംദാർ. അപ്പോൾ ത്രൈലോക്യനെ പോലെ തന്നെ ആ സന്ദർഭത്തിൽ പ്രതാപചന്ദ്ര മജുംദാറും ഉണ്ട്. പക്ഷേ പ്രതാപചന്ദ്ര മജുംദാർ കുറേ കൂടെ ശക്തനായിരുന്നു. കാര്യം പ്രതാപചന്ദ്ര മജുംദാറുടെ പ്രത്യേകത, അദ്ദേഹം ഒരു ഇന്ത്യനായി ജനിച്ചെങ്കിൽ പോലും തനി വിദേശിയായിട്ടാണ് ജീവിതം മുഴുവൻ. കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് തനി വിദേശിയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ 1893 ചിക്കാഗോ മതസമ്മേളനത്തിൽ ബ്രഹ്മസമാജത്തെ പ്രതിനിധീകരിച്ച് ഭാരതത്തിൽ നിന്ന് പങ്കെടുക്കാൻ സാധിച്ച ഒരാൾ കൂടിയാണ് പ്രതാപചന്ദ്ര മജുംദാർ. അതാണ് ഈ സ്വാമിജി അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം അവിടെ വളരെ പ്രൗഢിയോടുകൂടി ആ വേദിയിലുണ്ട്. സ്വാമിജി ഒരു തുടക്കക്കാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെയോ പെരുമാറിയപ്പോൾ ഇദ്ദേഹം അവിടെ വളരെ ഇന്ത്യയിൽ നിന്ന് ആദരിക്കപ്പെടുന്ന ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെയാണ് പരിഗണിച്ചിരുന്നത്. സ്വാമിജി അങ്ങനെ വന്ന ആളല്ല. അപ്പോൾ അതെ അവിടെയാണ് അതാണ് പിന്നീട് വരുന്നൊരു പ്രശ്നം. ഈ നമ്മുടെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അത് വന്നിട്ട് ഒരുപാട് വിരോധത്തിലൊക്കെ അന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. ബ്രഹ്മസമാജം
ത്തിൻ്റെ അത്രയും ശക്തനായ ഒരു വലിയ വ്യക്തിയായിട്ടാണ് ഇദ്ദേഹം നിലകൊണ്ടത്, ഈ പ്രതാപ് ചന്ദ്ര മജുംദാർ. അപ്പോൾ ഭാരതീയ ആധ്യാത്മികതയെ പാശ്ചാത്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് സ്വാമിജി ചെല്ലുമ്പോൾ, സ്വാമിജി ഉള്ളത് കൊണ്ടായിരുന്നു. അല്ലാതെ പ്രതാപ് ചന്ദ്ര മജുംദാറുടെ പ്രസൻസ് കൊണ്ടല്ല ചിക്കാഗോയിലെ ആ മതസമ്മേളനത്തിൽ ഭാരതീയത പരിചയപ്പെടുന്നത്. ഭാരതീയത പരിചയപ്പെടാൻ കാരണം സ്വാമിജിയുടെ സാമീപ്യം കൊണ്ട് മാത്രമായിരുന്നു. അത് കാര്യം മറ്റവർ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട അവസ്ഥയല്ല ഉള്ള ആധ്യാത്മികതയാണ്, അല്ലെങ്കിൽ ആ ഒരു മതസങ്കല്പത്തിലാണ്. സ്വാമിജിയാണ് അതിൽ നിന്ന് വേറിട്ട് കൊണ്ട് അതേ സന്ദർഭത്തിൽ ചിക്കാഗോയിലെ ആ പ്രസംഗവേദിയിലെത്തി ഭാരതീയമായ ഇവിടെ സന്യാസിമാരുണ്ടെന്നും നമുക്കിങ്ങനെ ഒരു പൂർവ്വ പാരമ്പര്യമുണ്ടെന്നും ഭാരതീയരെ ബോധ്യപ്പെടുത്തിയത് സ്വാമിജിയുടെ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആര്യസമാജക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളോടായിരുന്നു ആഭിമുഖ്യം. അത് ഇവരുടെ ബ്രഹ്മസമാജംകാരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളോടായിരുന്നു അവർക്ക്. കാര്യം അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു അനുധാവനം ചെയ്യുന്ന ഒരു ശൈലിയായിരുന്നു അവർ സ്വീകരിച്ചത്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ സ്വാമിജി ചിക്കാഗോയിൽ പ്രസംഗിച്ച ശേഷം പിന്നീട് വിദേശ പര്യടനങ്ങളിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ ഒരു ചോദ്യമുണ്ടായത്, അല്ലെങ്കിൽ ഒരു വിമർശനാത്മകമായ ചോദ്യമാണത്. എന്തുകൊണ്ട് സ്വാമിജി ശ്രീരാമകൃഷ്ണദേവൻ എന്ന വാക്ക് ഉച്ചരിക്കുന്നില്ല വിദേശത്ത്? ഇത് ഒരു വിമർശനാത്മകമായൊക്കെ ഇവരും ഉയർത്തിക്കൊണ്ടുവന്നു. കാര്യം ശ്രീരാമകൃഷ്ണദേവ ശിഷ്യന്മാരാണ് ഇവർ. പക്ഷേ വിദേശ പര്യടന വേളയിൽ കഷ്ടിച്ച് 1-2 സ്ഥലത്ത് മാത്രമാണ് സ്വാമിജി ശ്രീരാമകൃഷ്ണ പരമഹംസരെ ആ വാക്ക് പറയുന്നത്. പക്ഷേ അതിലല്ലാതെ ഒരിക്കൽ പോലും ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നുള്ള വാക്ക് സ്വാമിജി ഉപയോഗിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ പരിചയപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു വിമർശനം സ്വാമിജിക്ക് നേരെ ആ കാലത്തുണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും അതിന് പ്രാചാരം ഈ ഇന്ത്യയിൽ കൊടുത്തത് ഈ ബ്രഹ്മസമാജംകാരാണ്. അപ്പോൾ സ്വാമിജി അതിന് പറഞ്ഞ ഉത്തരം പലർക്കും ആ സംശയം തോന്നി. അതൊരു എന്താണ് അങ്ങനെ ചെയ്തതെന്ന് സ്വാഭാവികം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നാം. പക്ഷേ സ്വാമിജി അതിന് നൽകിയ ഉത്തരം, അതായത് ഞാൻ അവിടെ പ്രസംഗിക്കാൻ വിദേശത്ത് പ്രസംഗിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എന്ന തരത്തിൽ ഒരു ഈശ്വരീയ സങ്കല്പം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ക്രിസ്തു മതമുണ്ട്, ക്രിസ്തു എന്നുള്ള ഈശ്വരീയ സങ്കല്പം അവിടെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ബൈബിളിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഈശ്വരീയ സങ്കല്പങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ പോയി പ്രസംഗിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഒരു പുതിയ ഈശ്വരീയ ഭാവത്തെ പ്രതിഷ്ഠിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും അവർക്കുണ്ടാകില്ല, അവരത് അംഗീകരിക്കാനേ പോകുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ഈശ്വരീയ ഭാവത്തെ അല്ല അവിടെ പ്രതിഷ്ഠിക്കേണ്ടതെന്നും മറിച്ച് ആധ്യാത്മികതയാണ് അവിടെ പറയേണ്ടതെന്നും എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ആധ്യാത്മികമായ തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രഭാഷണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വാമിജി അവിടെ വെച്ച് വിദേശത്ത് ചെയ്തത് എന്ന് പിന്നീട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ്, അല്ലാതെ അവിടെ പോയി ശ്രീരാമകൃഷ്ണദേവൻ്റെ ലീലയെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ട് അതുവരെ മനസ്സിലും ശരീരത്തിലും അവരുടെ പാരമ്പര്യത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഈശ്വരീയ രൂപത്തെ മാറ്റി പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് തികച്ചും ശരിയായൊരു നടപടിക്രമമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ശ്രീരാമകൃഷ്ണദേവൻ ഈ ക്രിസ്തുവിനെയും ഒക്കെ സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരു വലിയ അവതാര പുരുഷൻ കൂടിയാണ്. അപ്പോൾ ആ തരത്തിൽ ഒരു മാറ്റിപ്രതിഷ്ഠയ്ക്കല്ല സ്വാമിജി അവിടെ ശ്രമിച്ചതെന്ന് സ്വയം പറഞ്ഞു. മാത്രമല്ല, അവർക്ക് ഇല്ലാതെ പോയതൊരു ആധ്യാത്മിക ചുറ്റുപാട്, അല്ലെങ്കിൽ ഒരു പിൻബലം, ആധ്യാത്മികതയുടെ പിൻബലമാണ് പാശ്ചാത്യർക്ക് ഇല്ലാതെ പോയത്. അവർ യഥാർത്ഥത്തിൽ ഒരു ഈശ്വരീയ രൂപത്തെ ഡയറക്റ്റായിട്ട് അവർ ആരാധിക്കുന്നു എന്ന് മാത്രം. അതിനൊരു ആധ്യാത്മികമായ പിന്തുണയില്ല. പിന്നീട് ഇവിടെ ഇന്ത്യയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയുമ്പോഴും ഈ ബൈബിളിനെ തന്നെ ആധ്യാത്മികമായി നമ്മുടെ ഉപനിഷത്ത് ബേസ്ഡ് ബൈബിൾ ആഖ്യാനങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു രസകരമായ ഒരു പോയിന്റ്, നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നാണ് ബൈബിൾ വാക്യം. അപ്പോൾ ബൈബിൾ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയൽക്കാരൻ എന്ന് പറയുന്നത് തൊട്ടടുത്ത് താമസിക്കുന്ന ആളെന്ന അർത്ഥത്തിലാണ്. അവരങ്ങനെയാണ് ഉൾക്കൊണ്ടത്. അതാണ് ആധ്യാത്മികത, അല്ലെങ്കിൽ ഒരു ഉപനിഷത്ത് ബേസ്ഡ് അല്ലാത്ത അറിവ്
ബൈബിളിലെ വാചകങ്ങൾ വായിക്കുമ്പോൾ ബോധ്യപ്പെടുന്നതിൻ്റെ ഒരു പ്രത്യേക അപകടം അതാണ്. നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന വാക്ക് ആ വാക്യാർത്ഥത്തിലാണ് അവരെടുക്കുന്നത്. അപ്പോൾ എന്താണ്, നീ നിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവനെ സ്നേഹിക്കണമെന്ന അർത്ഥമായി. ഒരു 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 100 മൈൽ ദൂരെയുള്ള ഒരുത്തനെ സ്നേഹിക്കണമെന്ന് അതിന് അർത്ഥമില്ല എന്നുള്ള അർത്ഥമായി. പക്ഷേ ഇന്ത്യൻ മിത്തോളജി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികത അനുസരിച്ച് അയൽക്കാരൻ എന്ന് പറയുന്നത് തൊട്ട് മതിലിനപ്പുറത്ത് താമസിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. നമ്മളിത് പ്രപഞ്ചമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ലോകാസമസ്ത എന്നുള്ള ആ അർത്ഥം നമ്മുടെ ആധ്യാത്മികതയിലുള്ളത് ആ ബൈബിളിൻ്റെ പഠനത്തിൽ നിന്ന് ലഭ്യമല്ലാതെ പോകും. ഇതാണ് സ്വാമിജി അവിടെ തിരുത്താൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് അവർ അത്ഭുതപൂർവം നമ്മൾ ഈ ഭാരതീയ സംസ്കാരത്തെ അല്ലെങ്കിൽ ഭാരതീയ ആധ്യാത്മികതയെ അത്ഭുതത്തോടെ കണ്ടിട്ടാണ് അവർ ഇങ്ങോട്ട് ആകർഷിക്കപ്പെട്ട് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ അവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്ന ഒരു ഈശ്വരീയ അവതാരത്തെക്കുറിച്ച് കഥ പറയാനാണ് അവിടെ പോയിരുന്നെങ്കിൽ ഒരിക്കലും സ്വാമിജിക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് സ്വാമിജിക്ക് അറിയാമായിരുന്നു. അങ്ങനെയാണ് സ്വാമിജി തൻ്റെ ഭാരതീയ ആധ്യാത്മികതയെ അവിടെ അരക്കിട്ടുറപ്പിച്ചത്. അപ്പോൾ ഈ പ്രതാപചന്ദ്ര മജുംദാർ പറയുന്ന ഒരു വാചകം വളരെ പ്രസക്തമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ബ്രഹ്മസമാജത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രതാപചന്ദ്ര മജുംദാർ പറഞ്ഞ ആ ഭാഗം എന്തെന്ന് വെച്ചാൽ, ക്രിസ്തുവിൻ്റെ അനുയായിയും ലിബറൽ ചിന്താഗതിക്കാരുമായ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സുഹൃത്തായ ഞാൻ എന്തിന് ശ്രീരാമകൃഷ്ണനെ കേൾക്കണം? ഇതാണ് ആദ്യം അദ്ദേഹം ഉന്നയിച്ച ഒരു ചോദ്യം. ക്രിസ്തുവിൻ്റെ അനുയായിയും ലിബറൽ ചിന്താഗതിക്കാരുമായ ക്രിസ്ത്യൻ മിഷനറിമാരുടെ സുഹൃത്തായ ഞാൻ എന്തിന് ശ്രീരാമകൃഷ്ണനെ കേൾക്കണം? ഇതായിരുന്നു അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം. അന്നത്തെ ബ്രഹ്മസമാജത്തിൻ്റെ ഒരു ചിന്താഗതിയുടെ മുഴുവൻ സാരാംശവും ഈ ഒറ്റ ചോദ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മസമാജം എന്തിൽ അടിസ്ഥാനപ്പെടുത്തിയതാണെന്നുള്ളത് ഈ ഒറ്റ ചോദ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല പ്രതാപചന്ദ്ര മജുംദാർ വീണ്ടും പറയുന്നു, ഞാനൊരു യൂറോപ്യൻ പരിഷ്കൃത സ്വയം കേന്ദ്രീകൃത അർദ്ധസന്ദേഹവാദി. ആ സ്വയം പ്രതാപചന്ദ്ര മജുംദാർ അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഒരു യൂറോപ്യൻ പരിഷ്കൃത. അപ്പോൾ യൂറോപ്യൻ ആ പരിഷ്കാരത്തിലും ആ സംസ്കാരത്തിലും അഭിരമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം സ്വയം പറയുന്നുണ്ട്. പിന്നെ സ്വയം കേന്ദ്രീകൃത, അതായത് അവനവൻ തന്നെയാണ്, തന്നിൽ നിന്ന് തന്നെയാണ് എല്ലാം പറയുന്നത്. അതിന് മറ്റൊന്ന് കടമെടുക്കേണ്ട ആവശ്യമില്ല. സ്വയം തനിക്കറിയാം കാര്യങ്ങൾ. അപ്പോൾ സ്വയം കേന്ദ്രീകൃതമാണ് ആ ചിന്താഗതികളെല്ലാം തന്നെ. അർദ്ധസന്ദേഹവാദി, സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആ അർത്ഥസംശയമാണ്. അതായത് പകുതിയിലേറെ സംശയങ്ങൾ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം എന്തിനേയും സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ വിദ്യാഭ്യാസമുള്ള യുക്തിവാദിയാണ് ഞാൻ. വിദ്യാഭ്യാസമുണ്ട്, അതേസമയം യുക്തിവാദിയുമാണ് ഞാൻ. ഇതാണ് സ്വയം പ്രതാപചന്ദ്ര മജുംദാർ അവനവനെ തന്നെ പറയുന്നത്. അങ്ങനെയുള്ള അദ്ദേഹമാണ് ചോദിക്കുന്നത്, ക്രിസ്തുവിൻ്റെ അനുയായിയും ലിബറൽ ചിന്താഗതിക്കാരുമായ ക്രിസ്ത്യൻ മിഷനറിമാരുടെ സുഹൃത്തായ ഞാൻ എന്തിന് ശ്രീരാമകൃഷ്ണനെ കേൾക്കണം? ഇതായിരുന്നു. അപ്പോൾ ഇവിടെ വന്നത് ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചിട്ട് എന്നിട്ട് മജുംദാർക്കുണ്ടായിരുന്ന അഭിപ്രായം ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത്, നിരക്ഷരനാണ് ശ്രീരാമകൃഷ്ണൻ, പാവപ്പെട്ടവനാണ്, പിന്നെ വിഗ്രഹാരാധനയെ എതിർക്കാത്ത, ഒട്ടും യോജിക്കാൻ കഴിയാത്ത വിധം ഹിന്ദു ഭക്തനാണ്. വിഗ്രഹാരാധനയെ എതിർക്കുന്നില്ല ശ്രീരാമകൃഷ്ണൻ. പിന്നെ ഒട്ടും യോജിക്കാൻ കഴിയാത്ത വിധം ഹിന്ദു ഭക്തനാണ്. ഈ മറ്റ് യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ലാത്ത വിധമുള്ള ഒരു ഹിന്ദു ഭക്തനാണ്. അങ്ങനെയുള്ളയാളെ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ഞാൻ എന്തിനിങ്ങനെ എൻ്റെ സമയം വെറുതെ പാഴാക്കണം എന്നാണ് ശ്രീരാമകൃഷ്ണനെക്കുറിച്ച് പ്രതാപചന്ദ്ര മജുംദാർ പറഞ്ഞത്. എന്നിട്ട് സ്വയം പിന്നെയും വിശേഷിപ്പിക്കുന്നുണ്ട്, ഞാനാണെങ്കിലോ ബ്രഹ്മസമാജത്തിൻ്റെ അർപ്പണബോധമുള്ള അനുയായിയാണ്. ആയിരക്കണക്കിന് അനുയായികളുള്ള സംഘടനയിലെ ഒരു അംഗമാണ് ഞാൻ. മറ്റെന്തെങ്കിലും പ്രബോധനം കേട്ട് ഞാൻ മയങ്ങുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
എന്നാണ് ചോദിക്കുന്നത്. കാര്യം ഈ പ്രതാപചന്ദ്ര മജുംദാർ ഇത് പറയുമ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ അറിയപ്പെട്ടിട്ടേയില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. ഒടുവിൽ സംഭവിച്ചത് എന്താണ്? ഇങ്ങനെ നിലകൊണ്ടിരിക്കുന്ന അത് അന്നത്തെ കാലത്ത് ശ്രീരാമകൃഷ്ണദേവൻ, ഇത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം അന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഈ ബ്രഹ്മസമാജത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ബ്രഹ്മസമാജക്കാരുടെ അവസ്ഥ ഇതാണ്. ഈ നേരത്തെ പ്രതാപചന്ദ്ര മജുംദാർ പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകളാണ്, ഒന്നും രണ്ടും ഒന്നുമില്ല, ആയിരക്കണക്കിന്. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു അനുയായി പോലുമില്ല, ഒരാൾ പോലുമില്ല, ഒറ്റയ്ക്ക്. ആകെ കൂടെയുള്ളത് ഹൃദയൻ മാത്രമാണ്. ഒറ്റയ്ക്കാണ് ഈ ആയിരക്കണക്കിന്, ആയിരം മാത്രമല്ല, ആയിരക്കണക്കിന് ഈ നേരത്തെ പറഞ്ഞ ചിന്താഗതികളുള്ള ആയിരക്കണക്കിന് ആളുകളുടെ അടുത്തേക്ക് ഒരേ ഒരു തൻ്റെ അനന്തരവനായ ഒരേ ഒരു ഹൃദയനെ കൈ പിടിച്ചുകൊണ്ട് ഈ ലോലനായ ഒരു മനുഷ്യൻ കടന്നു ചെല്ലുന്നത് ഈ ബ്രഹ്മസമാജംകാരുടെ ഇടയിലേക്ക്. നോക്കൂ, ആ ഭഗവാന്റെ ആ ഒരു അവതാര ശക്തിയുടെ ആ ഒരു ഉജ്ജ്വലമായൊരു പ്രകടനമാണിവിടെ. എന്നിട്ടോ പ്രതാപചന്ദ്ര മജുംദാർ തന്നെ പിന്നെ സ്വയം തിരുത്തി ഈ പറഞ്ഞ പ്രതാപചന്ദ്ര മജുംദാർ തന്നെ പിന്നെ സ്വയം തിരുത്തി പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? പരമഹംസൻ്റേത് ആവേശഭരിതമായ തത്വമാണ്. പ്രതാപചന്ദ്ര മജുംദാർ തന്നെ പിന്നെ തിരുത്തി പറഞ്ഞു, പരമഹംസൻ്റേത് ആവേശഭരിതമായ തത്വമാണ്. അച്ചടക്കത്തോടെയുള്ള അഭ്യാസ സാധനകളിലൂടെ ഈ ഇന്നത്തെ ഭക്തി നിർഭരമായ അവസ്ഥയിൽ എത്തിച്ചേർന്നതും അത്ഭുതകരമാണെന്നാണ് പറയുന്നത്. അത് അത്ഭുതത്തോടെയാണ് പ്രതാപചന്ദ്ര മജുംദാർ ശ്രീരാമകൃഷ്ണദേവനെ കാണുന്നത് ഇപ്പോൾ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആവേശഭരിതമായൊരു തത്വമാണ്, അത് അച്ചടക്കത്തോടെയുള്ള അഭ്യാസ സാധനകളിലൂടെയാണ് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ എത്തിച്ചേർന്നത്. അത്ഭുതകരമാണെന്നാണ് പ്രതാപചന്ദ്ര മജുംദാർ പറയുന്നത്. ഇതേവരെ ഒന്നും എഴുതി, അതാണ് ഈ പ്രതാപചന്ദ്ര മജുംദാർ അടിവരയിട്ട് പിന്നീട് ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് സാധാരണ സമൂഹത്തെയാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്. ഇവർ തമ്മിലല്ല തർക്കം. പ്രതാപചന്ദ്ര മജുംദാർ മറ്റ് സമൂഹത്തോട്, അതായത് അന്നത്തെ സമൂഹത്തോട് പറയുന്നത്, ഞാൻ എന്തുകൊണ്ട് ഈ അത്ഭുതമാണെന്ന് പറയുന്നു, ശ്രീരാമകൃഷ്ണദേവൻ ഒരു അത്ഭുതമാണ് എന്ന് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതിന് അദ്ദേഹം കൊടുക്കുന്ന സാധൂകരണം ഇതാണ്: ഇതേവരെ ഒന്നും എഴുതി പ്രസിദ്ധീകരിച്ചിട്ടില്ല, അതിന് കഴിയുകയുമില്ല. നോക്കൂ, അന്നത്തെ കാലത്ത് ബ്രഹ്മസമാജത്തിൻ്റെ പ്രഗത്ഭരായ ആളുകൾ എന്ന് പറഞ്ഞാൽ എഴുതണം, അതും ഇംഗ്ലീഷിൽ എഴുതണം, വലിയ വലിയ ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കണം. അങ്ങനെയുള്ള ലേഖനങ്ങൾ വായിച്ച് മാത്രമേ അന്നത്തെ ബംഗാളിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ സാമാന്യ ജനം അംഗീകരിക്കുകയുള്ളൂ. ഇത് ഒരു വരി പോലും ജീവിതത്തിൽ എഴുതിയിട്ടില്ല സ്വന്തമായിട്ട്, ആയതിന് എഴുതാനൊട്ട കഴിവുമില്ല. അവിടെയാണ് അത്ഭുതം എന്ന് പറഞ്ഞത്. ഒരിക്കലും അദ്ദേഹം ആരെയും ഉപദേശിക്കാൻ ശ്രമിക്കുന്നില്ല. ബ്രഹ്മസമാജത്തിൻ്റെ ഒരു രീതി വെച്ചാൽ ഉപദേശം കൊണ്ട് അങ്ങ് നീണ്ടുപോൽ. ബൈബിൾ എന്ന് പറയുന്നത് ഉപദേശങ്ങളുടെ ഒരു വലിയ നിര തന്നെയാണ്. ഇവിടെ ആരെയും ഉപദേശിക്കുന്നില്ല, അതേസമയം ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞ് ആത്മാവിൻ്റെ തത്വങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവിടെയാണ്, ഉപദേശ രൂപത്തിലല്ല, അത് ആത്മാവിൻ്റെ തത്വങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ആധ്യാത്മികമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. അത് ഏറ്റവും ലളിതമായ ഗ്രാമീണമായ കൊളോക്കിയൽ ഭാഷയിലാണ്. എന്നിട്ടോ മനോഹരമായി അദ്ദേഹം പാടുന്നു, മനോഹരമായിട്ട് അദ്ദേഹം പാടുന്നു. മറ്റൊന്ന്, മുന്നിൽ വരുന്ന ഓരോരുത്തരെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാനൊന്നും ശ്രീരാമകൃഷ്ണദേവൻ ഒരിക്കലും, ഈ ബ്രഹ്മസമാജക്കാരുടെ കാഴ്ചപ്പാടിൽ വേണം ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ബ്രഹ്മസമാജത്തിൻ്റെ ഇതനുസരിച്ചാൽ വലിയ ഉത്സവങ്ങൾ നടത്തി ആളെ ആകർഷിച്ച് ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് മാത്രമല്ല, ആ പ്രൗഢി മുഴുവൻ വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അവരെല്ലാം ചെയ്യുന്നത്. ദേവേന്ദ്രനാഥ ടാഗോർ പോലും ശ്രീരാമകൃഷ്ണദേവനെ ക്ഷണിക്കുമ്പോൾ, അവരുടെ ബ്രഹ്മോത്സവത്തിന് ക്ഷണിക്കുമ്പോൾ പ്രഥമമായി ആവശ്യപ്പെട്ടത് കൊള്ളാവുന്ന കോട്ടോ സൂട്ടോ ഇട്ടുകൊണ്ട് വേണം വരാൻ. ഈ അദ്ദേഹം ഉപയോഗിക്കുന്ന സാധാരണ അലക്ഷ്യമായ വസ്ത്രധാരണത്തോടുകൂടി വരരുത്, അങ്ങനെ വരാൻ അദ്ദേഹം തയ്യാറായാൽ അദ്ദേഹത്തെ ഇവിടെ എത്തിക്കരുതെന്ന് ചട്ടം കെട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ആലോചിച്ചു, അത്രയും പ്രകടനപരതയോട് നിൽക്കുന്ന ബ്രഹ്മസമാജത്തിൻ്റെ വമ്പന്മാരുടെ ഇടയിൽ നിന്നാണ് ഇപ്പോൾ ഈ അഭിപ്രായം, അതിലെ ഏറ്റവും വലിയ അഗ്രഗണ്യനായ ഒരാളിൽ നിന്നാണ് ഈ അഭിപ്രായം ഉണ്ടാകുന്നത്. സാധാരണ അദ്ദേഹം ഈ
അദ്ദേഹം ഉപദേശങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് പറയുന്നത്. നല്ല പാട്ട് പാടുന്നു, മാത്രമല്ല അദ്ദേഹം നിരീക്ഷിക്കുന്നു, ഓരോരുത്തരെയും നിരീക്ഷിക്കുന്നു. പിന്നെ പുരാണ ഇതാണ് നമ്മുടെ പ്രതാപ് ചന്ദ്ര മജുംദാർ പിന്നീട് പറഞ്ഞത്. ഇദ്ദേഹം ഈ സാധാരണ തലത്തിലുള്ള വർത്തമാനമാണ് പറയുന്നതെങ്കിലും പുരാണ ഗ്രന്ഥങ്ങളിലെ ഗ്രഹിക്കാൻ കഴിയാത്ത വിധമുള്ള തത്വങ്ങളെ ലളിതമായിട്ടാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. ഇത് ഗ്രന്ഥങ്ങളിൽ ഇവർ വായിച്ചിട്ടുണ്ട്, പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ ഒരിക്കലും ഇത് വായിച്ചിട്ടില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. കാര്യം നിരക്ഷരനാണ്. അപ്പോൾ ഈ അദ്ദേഹം പറയുന്ന ലളിതമായ കാര്യങ്ങളെല്ലാം തന്നെ പുരാണ ഗ്രന്ഥങ്ങളിലെ ഗ്രഹിക്കാൻ കഴിയാത്ത വിധമുള്ള തത്വങ്ങളാണ്. അതാണ് ഏറ്റവും ലളിതമായിട്ട് അദ്ദേഹം എല്ലാവരോടും സാധാരണ രീതിയിൽ സംസാരിക്കുന്നത്. എന്നാൽ അതേക്കുറിച്ച് ഒരിക്കൽ പോലും വായിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ്. നിരക്ഷരനായി ദാർശനിക വ്യക്തിത്വത്തോടെ ഹിന്ദു വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലകളെ, വൈരുദ്ധ്യതയെ ഇദ്ദേഹം ഇങ്ങനെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. അന്ന് വരെ ഹിന്ദു ആധ്യാത്മികതയിൽ നിലനിന്നിരുന്ന വൈരുദ്ധ്യങ്ങളെയും അടിസ്ഥാന ശീലങ്ങളെയും എല്ലാം പുറത്തു കൊണ്ടുവരുന്നത് ഈ ലളിതമായ സംഭാഷണങ്ങളിലൂടെയാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പ്രതാപചന്ദ്ര മജുംദാർ പറയുകയാണ്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇംഗ്ലീഷിൽ അവതരിപ്പിച്ചാൽ, അതാണ് പ്രതാപചന്ദ്ര മജുംദാർ പറയുന്നത്, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ ഇംഗ്ലീഷിൽ അവതരിപ്പിച്ചാൽ ഹിന്ദുമതത്തിൻ്റെ ആഴവും മാധുര്യവും എന്തെന്ന് വ്യക്തമാക്കാൻ ഇതിൽ പരം ജീവിക്കുന്ന മറ്റൊരു തെളിവില്ല. ഇദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷിലാക്കിയാൽ മാത്രം മതി. അതാണ് മജുംദാർ പറഞ്ഞത്. 40 വയസ്സിൽ, അപ്പോൾ പ്രതാപ് മജുംദാർ ഇത് അവതരിപ്പിക്കുമ്പോൾ ഭഗവാന് വയസ്സ് 40 ആയിട്ടുള്ളൂ. അപ്പോൾ 40 വയസ്സിൽ താഴെയുള്ള ഹിന്ദു സന്യാസി ജാതിപ്രകാരം ബ്രാഹ്മണനാണ്, തപശ്ചര്യയുടെ ഭാഗമായിട്ടാണ് എന്ന് തോന്നുന്നു മനോഹരമായ ആ ശരീരത്തെ ക്രമരഹിതമാക്കി തീർത്തിരിക്കുന്നു. മനോഹരമാണ് ആ ശരീരം, പക്ഷെ തപശ്ചര്യയുടെ ഭാഗമായിട്ടായിരിക്കാം അത് ക്രമരഹിതമായി പോയി. എന്നിട്ടും ആ മുഖത്ത് ശിശു സഹജമായ ആർദ്രതയും അവാച്യമായൊരു മാധുര്യവും എപ്പോഴും വിളങ്ങി നിന്നിരുന്നു. ഇത് പറയുന്നത് പ്രതാപചന്ദ്ര മജുംദാറാണെന്ന് ഓർക്കണം. അത്രയും ഭീകരനായ ഒരാളാണ് ഇത് പറയുന്നത്. എത്രമാത്രമാണ് ഏറ്റവും സങ്കുചിതമായ അവസ്ഥയിൽ നിൽക്കുന്ന ഈ ബ്രഹ്മസമാജത്തിൽ ഏറ്റവും വലിയ സിംഹത്തെ പിടിച്ച് മെരുക്കിയതെന്ന് ആലോചിച്ചു നോക്കണം. മറ്റൊരു മുഖത്തും കണ്ടിട്ടില്ലാത്ത പുഞ്ചിരി, വേറെ ഒരിടത്തും താൻ ഇത്തരം ഒരു പുഞ്ചിരി കണ്ടിട്ടേയില്ല എന്ന് പ്രതാപചന്ദ്ര മജുംദാർ പറയുന്നു. ഭക്ഷണം കഴിക്കുന്നത് കർശന നിയമങ്ങൾക്കനുസരണമായിട്ടാണെന്ന് തോന്നുന്നു. എന്ന് വെച്ച് സാധാരണക്കാരുടെ ഇതിൽ നിന്ന് ഭിന്നമായ വ്യത്യസ്തമായ ആഹാര രീതി അല്ല. അപ്പോൾ സാധാരണക്കാരെല്ലാം കഴിക്കുന്നത് തന്നെയാണ് കഴിക്കുന്നത്, പക്ഷേ അത് കർശനമായ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണെന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത്. ആഹാര രീതി മാത്രമല്ല, വസ്ത്രധാരണവും സാധാരണ ആളുകളെ പോലെയാണ്. ഭക്ഷണത്തോടും വസ്ത്രത്തോടും പൊതുവെ അവഗണനയുമാണ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഭഗവാനെക്കുറിച്ചുള്ള നിരീക്ഷണം. ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ബഹുമതിയോ മറ്റോ നൽകിയാൽ ഇദ്ദേഹം അക്ഷമനായിത്തീരും. അത് സഹിക്കാൻ പറ്റില്ല. പ്രശംസിച്ചാൽ പരസ്യമായി അനിഷ്ടം പ്രകടിപ്പിക്കും. ആരെങ്കിലും അദ്ദേഹത്തെ പ്രശംസിച്ചത് കണ്ടാൽ അപ്പോൾ തന്നെ ആ അനിഷ്ടം പ്രകടിപ്പിക്കും. ലൗകിക ചിന്തയുള്ളവരെ ശ്രദ്ധാപൂർവം അദ്ദേഹം ഒഴിവാക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്ന ലൗകിക ചിന്തയുള്ളവരെ വളരെ ശ്രദ്ധയോടുകൂടി ഒഴിവാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഹിന്ദുമതമാണ് അദ്ദേഹത്തിൻ്റേതെന്ന് പറയുമ്പോൾ ഒരുവിധ ആരാധനാ സമ്പ്രദായങ്ങളും ഇല്ലാത്തയാളാണ്. വൈഷ്ണവനോ ശാക്തനോ ശൈവനോ അല്ല, എന്നാൽ എല്ലാറ്റിനെയും ആരാധിക്കുന്നു. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് വേണ്ടിയാണോ ദക്ഷിണേശ്വര ക്ഷേത്രം സങ്കല്പിക്കപ്പെട്ടത് എന്ന് പോലും സംശയമുണ്ടെന്നാണ് പ്രതാപചന്ദ്ര മജുംദാർ പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്നത്, ഈ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അവിടെ ഇല്ല. ശ്രീരാമകൃഷ്ണദേവൻ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയൊന്നുമല്ല ക്ഷേത്രം നിർമ്മിച്ചത്. പക്ഷെ ഒരു അവതാര ലീലയ്ക്ക് വേണ്ട ഭൂമിയാണതെന്നുള്ള ആ തിരിച്ചറിവ് ഈശ്വരീയമായൊരു നിശ്ചയത്തിൻ്റെ ഭാഗമായി ഉള്ളതുകൊണ്ടാണ് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ ശാക്തേയവും വൈഷ്ണവവും ഈ 3 തരത്തിൽ, ശിവം, ശാക്തേയം, വൈഷ്ണവം, ഈ 3നും തുല്യ പ്രാധാന്യത്തോടു കൂടിയുള്ള
ഒരു സമുച്ചയം അവിടെ നിർമ്മിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു കാളിക്ഷേത്രമാകാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ശിവക്ഷേത്രം, അല്ലെങ്കിൽ ഒരു വൈഷ്ണവഴി, അങ്ങനെ വരുള്ളൂ. കാര്യം അന്നത്തെ ബംഗാളിൻ്റെ ആധ്യാത്മിക ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് ഒന്നുകിൽ ശാക്തേയരുടേതായിരിക്കണം, അല്ലെങ്കിൽ വൈഷ്ണവരുടേതായിരിക്കണം, അല്ലെങ്കിൽ ശിവ ആരാധനയുടെ ഭാഗമായിരിക്കണം. ഇത് മൂന്നും തുല്യമായ പ്രാധാന്യത്തോടുകൂടി എങ്ങനെയാണ് ഒരു ക്ഷേത്ര സമുച്ചയത്തിലേക്ക് എത്തപ്പെട്ടത് എന്ന് ആലോചിക്കുമ്പോൾ അത് നിർമ്മിച്ച രാസമണിക്കൊന്നും തന്നെ ഇത് ശ്രീരാമകൃഷ്ണദേവന് വേണ്ടിയായിട്ടല്ലല്ലോ നിർമ്മിച്ചത്. അപ്പോൾ ആ ക്ഷേത്രാങ്കണം സ്വന്തം ജീവിതത്തിൻ്റെ ഏറ്റവും ഭൂരിഭാഗമുള്ള ഭാഗത്ത് അത് തിരഞ്ഞെടുക്കാനും അവിടെ ഇരുന്നു കൊണ്ടാണ് ആധ്യാത്മികതയുടെ പരിപൂർണമായ ഭാരതീയ ആധ്യാത്മികതയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഇരുന്നു കൊണ്ടാണ് ഭഗവാൻ തീരുമാനിച്ചത്. അതാണ് അദ്ദേഹം ഇരുന്ന സ്ഥലത്തിന് പോലും ഈ വേർതിരിവില്ലാത്ത ഈ സമുന്നയിച്ച ഈ ആധ്യാത്മികതയെ മൊത്തത്തിൽ സമുന്നയിച്ച ഒരു അംശം അവിടെ ഉണ്ടായിരുന്നുവെന്ന് അത്ഭുതത്തോടു കൂടിയാണ് പ്രതാപചന്ദ്ര മജുംദാർ അത് മനസ്സിലാക്കുന്നത്. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് ഈ മജുംദാർ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം പറയുന്നു, കാളീക്ഷേത്രത്തിൽ വിഗ്രഹാരാധനയാണ് ഉണ്ടായത്. കാളീക്ഷേത്രം എന്ന് പറയുമ്പോൾ കാളീക്ഷേത്രത്തിൽ വിഗ്രഹാരാധനയാണ് അവിടെ നടക്കുന്നത്. രമാകാന്ത ക്ഷേത്രമായാലും വിഗ്രഹാരാധനയാണ്. ശൈവ ദ്വാദശ ക്ഷേത്രങ്ങളും വിഗ്രഹാരാധനയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഈ വിഗ്രഹാരാധനയുടെ ഭാഗമായി തന്നെ നിലകൊള്ളുന്നുണ്ട് ഭഗവാൻ. കാര്യം കാളീദേവിയോടും രമാകാന്തനോടുമെല്ലാം ആ വിഗ്രഹം എന്നുള്ളതിനുപരിയായി ഭഗവാൻ അതിനെ യഥാർത്ഥത്തിൽ ഈശ്വരീയ സങ്കല്പത്തിലേക്ക് അതിനെ കണ്ടുകൊണ്ട് അവിടെ അദ്ദേഹം ജീവിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാവം അഖണ്ഡ സച്ചിദാനന്ദം രൂപരഹിതം. അഖണ്ഡ സച്ചിദാനന്ദം രൂപരഹിതമായ ഈശ്വരീയ ഭാവത്തിൽ ഇരുന്നു കൊണ്ട് ഈ വിഗ്രഹാരാധനയെ മുഴുവനും വളരെ ശക്തമായിട്ട് അദ്ദേഹം ആ വിഗ്രഹങ്ങളെ പാലൂട്ടുന്നു, ആ വിഗ്രഹത്തിന് ഭക്ഷണം നൽകുന്നു, ആ വിഗ്രഹത്തോട് അദ്ദേഹം സംസാരിക്കുന്നു. ഇതെല്ലാം അദ്ദേഹം ആ വിഗ്രഹത്തോട് ചെയ്യുന്നു. ആ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് തൻ്റെ ശിഷ്യഗണങ്ങളെ പറഞ്ഞയക്കുന്നു. അപ്പോൾ വിഗ്രഹാരാധന എന്നല്ലേ അവിടെ വിചാരിക്കുക എന്ന് തെറ്റിദ്ധരിച്ചൂടെ? കാരണം ബ്രഹ്മസമാജംകാർക്ക് അതില്ല. അപ്പോഴാണ് അഖണ്ഡ സച്ചിദാനന്ദം, രൂപരഹിതമായ അഖണ്ഡ സച്ചിദാനന്ദം എന്താണെന്ന് ഇദ്ദേഹത്തിന് പ്രതാപചന്ദ്ര മജുംദാർക്ക് ബോധ്യപ്പെടുന്നത്, ആ സത്യം ബോധ്യപ്പെടുന്നത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ആരാധനാക്രമം കണ്ടപ്പോഴാണ്. അതൊരിക്കലും ബ്രഹ്മസമാജത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഹിന്ദു സന്യാസിമാർ ചെയ്യുന്ന പോലെ ശ്രീരാമകൃഷ്ണദേവൻ ഒരിക്കലും പുഷ്പമോ ചന്ദനമോ ധൂപമോ മറ്റു വഴിപാടുകളോ ഒന്നും ചെയ്യുന്നത് അതിലർത്ഥം കൽപ്പിക്കുന്നില്ല. ഈ കാണുന്നതിലൊന്നും അദ്ദേഹം അർത്ഥം കൽപ്പിക്കുന്നില്ല. ചുറ്റും വന്നിരിക്കുന്നവർ ക്ഷീണിക്കുമ്പോൾ ബാഹ്യമായി ദുർബലനായ അദ്ദേഹത്തിന് സദാ മാനസിക ഊർജം വളരെ ഉയരത്തിലാണ്. ചുറ്റും വന്നിരിക്കുന്നവർ ക്ഷീണിക്കുന്നു. ഈ ആധ്യാത്മികമായ ആ സാധനകളിലെല്ലാം ഏർപ്പെട്ട അവിടെ ചുറ്റും ആ ക്ഷേത്രാങ്കണത്തിൽ വന്നിട്ടുള്ള അന്നത്തെ ആ ചുറ്റും വന്നിരിക്കുന്നവർ പോലും കുറെ കഴിയുമ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോൾ ക്ഷീണിതരാകുന്നു. അങ്ങനെ ക്ഷീണിതരാകുമ്പോൾ പോലും ഒരു ദിവസം മുഴുവനും ഇരുന്നാൽ പോലും ഏത് സമയത്തും ആ ഊർജത്തിൻ്റെ നില ഒരേ അവസ്ഥയിലാണ്, ഒരിക്കലും ക്ഷീണിതമല്ല. ശ്രീരാമകൃഷ്ണദേവന് രാവെന്നോ പകലെന്നോ ഇല്ല. അത് നമ്മൾ ഭജനാമൃതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാവരും ഉറങ്ങി ക്ഷീണിച്ച് നരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അവിടെ നിലത്ത് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ഇവരെപ്പോൾ കണ്ണു തുറന്നാലും ശ്രീരാമകൃഷ്ണദേവൻ അവിടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അദ്ദേഹം എപ്പോഴാണ് ഉറങ്ങുന്നത്? അദ്ദേഹം എപ്പോഴാണ് വിശ്രമിക്കുന്നത്? അങ്ങനെ ആ വിശ്രമിക്കുന്ന അദ്ദേഹത്തെ ഒരിക്കലും അത് മനസ്സിലാകുന്നില്ല. ശാരദാദേവി തന്നെ ശബ്ദമുണ്ടാക്കാതെ, ശാരദാദേവി പിന്നെ ഗോലാത്മായാണ് അല്ലേ, ശബ്ദമുണ്ടാക്കാതെ കഥകടച്ചിട്ട് പോകുമ്പോൾ ശാരദാദേവിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഭഗവാൻ വിളിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഉറക്കമേ ഇല്ല. ഈ പറഞ്ഞ സന്ദർഭങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ വായിച്ചനുഭവിച്ച ഭാഗങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും വിശ്രമിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. അതാണ് ആ കാര്യമാണ് പ്രതാപ മജുംദാർ പറഞ്ഞത്. ബാക്കി എല്ലാവരും തളരുന്നു എപ്പോഴെങ്കിലുമൊക്കെ. ഇത് ഒരു നിമിഷം എപ്പോൾ നോക്കിയാലും ഏത് സന്ദർഭത്തിൽ നോക്കിയാലും ഒരേ പ്രസന്നവദനായി നിൽക്കുന്നു. ആകെ അദ്ദേഹം ക്ഷീണിക്കുന്നു എന്ന് തോന്നുന്നത് എപ്പോഴെങ്കിലും അദ്ദേഹം ഈ ഇതിലേക്ക് വരുമ്പോൾ, എക്ടസിയിലേക്ക് വരുമ്പോൾ, ആ സന്ദർഭത്തിൽ മാത്രമാണ്
സമാധി അവസ്ഥയിലേക്ക് മാറുമ്പോൾ മാത്രമാണ് അദ്ദേഹം പെട്ടെന്നൊന്ന് ആ ഇഹലോക ആ ബന്ധം വിട്ടുപോകുമ്പോൾ മാത്രമാണ് അദ്ദേഹം ആർക്കെങ്കിലും അദ്ദേഹത്തെ ഒന്ന് താങ്ങേണ്ടി വരുന്നുള്ളൂ. അതും അല്ലാത്ത ഒരു സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഊർജത്തിന് ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല എന്നാണ് മജുംദാർ കണ്ടെത്തിയത്. അപ്പോൾ ഈ ബ്രഹ്മസമാജംകാർ ഇതിനകത്തെ ബ്രഹ്മസമാജംകാരുടെ ഈ ഒരു കാഴ്ചപ്പാട് എത്ര അതിലെ ഏറ്റവും വേണമെങ്കിൽ ഒരു കത്തിവേഷം എന്ന് പറയാവുന്ന ആളാണ് ഇയാൾ. ബ്രഹ്മസമാജത്തിൻ്റെ കത്തിവേഷമാണിത്. ഈ കത്തിവേഷക്കാരന് പോലും ഇത്രയും വലിയ മനപരിവർത്തനത്തിലേക്ക് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ എത്ര ശക്തമായിട്ടാണ് ഈ വലിയ ഒരു ബ്രഹ്മസമാജത്തെ ഭഗവാൻ കീഴടക്കി. ഒറ്റയ്ക്കാണ് കൂടെയുള്ളത്, ആകെയുള്ളത് ആ ഹൃദയം മാത്രമായിരുന്നല്ലോ. ഇത് 80-ന് മുൻപ് 81, 82-ലാണ് നമ്മൾ കാണുന്ന എല്ലാവരും എത്തിച്ചേരുന്നത്. 82, 83 സമയങ്ങളിലാണ്. ആ 75-നും 80-നും ഇടയ്ക്കുള്ള 5 വർഷം കൊണ്ട് ബ്രഹ്മസമാജത്തെ ഉടച്ചു വാർത്തു എന്ന് നമുക്ക് ബ്രഹ്മസമാജത്തിൻ്റെ ചരിത്രം മനസ്സിലാവും. ആ 5 കൊല്ലം, വെറും 5 കൊല്ലം, 75 മുതൽ 80 വരെ ഉള്ള ആ കാലഘട്ടം. ഈ കാലഘട്ടത്തെയാണ് ഇപ്പോൾ പ്രതാപചന്ദ്ര മജുംദാറിനെ പോലുള്ളവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് അതിൻ്റെ കൂടുതൽ ഭാഗത്തേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാം. ഇന്ന് സമയമായി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ. നമസ്തേ. ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥി കൂടി എത്തിയിട്ടുണ്ട്. വിജയലക്ഷ്മി എന്നാണ് പേര്. തിരുവനന്തപുരത്ത് നിന്നാണ്. വിജയലക്ഷ്മി വിജയ ചേച്ചി പരിചയപ്പെടുത്തിയതാണ്. പാടുന്ന ആളാണെന്നാണ് പറഞ്ഞത്. അധികം പരിചയപ്പെട്ടില്ല ഞാൻ. അതാ. നമസ്തേ. 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 മുഴുവൻ കണ്ടില്ലെന്ന്. ശരിയാ. ശാര ചേച്ചി, എനിക്ക് ഭയങ്കര പനിയും ചുമയൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കയറി വിജയൻ ചേച്ചി കയറണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പാടാനൊന്നും എനിക്ക് പറ്റില്ല. വല്ലാത്ത ഒരു വിമിഷ്ടമുണ്ട്. സുഖമായിട്ട് കേറാം. ശരി വിജയൻ ചേച്ചി, അല്ലാതെ കേറിയാ മതി. നമുക്ക് നാളെ കുടുംബത്തെ ശ്രീമായ എന്ന കുടുംബമാണ്. ശരി ചേച്ചി, നമുക്ക് നാമം ജപിക്കാം. ശരി. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. നമസ്കാരം. എല്ലാവർക്കും അതാണ് ഈ സ്വാമിജി അവിടെ